മലീഷ്യസ് പ്രോസിക്യൂഷൻ. എന്താണ് മലീഷ്യസ് പ്രോസിക്യൂഷൻ? അതാണ് ഈ വീഡിയോ പറയുന്നത്. മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ക്രിമിനൽ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ്, ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നിങ്ങൾക്കെതിരെ കേസ് FIR ഇടുകയാണ്. FIR ഇട്ട് കഴിഞ്ഞാൽ ആദ്യം FIR ഇടുന്നതെന്ന് വെച്ചാൽ ആദ്യം അവർ അന്വേഷണം വരും. അവർക്ക് എവിടെ നിന്നാണോ പരാതി കിട്ടിയത് ആ പരാതിയെക്കുറിച്ച് അവർ അന്വേഷിക്കും. അപ്പോൾ അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ നിരപരാധിത്വം അവിടെ തെളിയിക്കുകയാണ്. വിത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി എവിഡൻസസ്, ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ പോലീസിനെ കൺവിൻസ് ചെയ്യുകയാണ് നിങ്ങൾ ഭാഗത്ത് തെറ്റില്ല. അതിനുള്ള എവിഡൻസുകളെല്ലാം നിങ്ങൾ പോലീസിന് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവരെ കയ്യിൽ കൊടുക്കരുത്, കൺവിൻസ് ചെയ്താൽ മാത്രം മതിയാവും. എന്നിട്ടും അനാവശ്യമായിട്ട് FIR ഇട്ട് കോടതിയിൽ കൊടുത്തു. ആര്? പോലീസ്. ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ അനാവശ്യമായിട്ട് കേസ്, അതായത് പാർട്ടി കൺസേൺഡ് ഹാസ് ഗിവൺ ദ കംപ്ലീറ്റ് എവിഡൻസസ് ടു ദ പോലീസ് ദാറ്റ് ഹി ഈസ് ടോട്ടലി ഇന്നസെന്റ് ഈവൻ ആഫ്റ്റർ ദ പോലീസ് ഈസ് പ്രിപ്പയറിംഗ് എ FIR ആൻഡ് സബ്മിറ്റിംഗ് ടു ദ കോർട്ട്. അല്ലേ? എന്താണ് ഇത്? പ്രതിയാണ് എന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണ് കോടതി. അപ്പോൾ കോടതി അടുത്ത ഹിയറിംഗ് സ്റ്റാർട്ടാവും. ആദ്യം കോടതി ഇവരോട് ചോദിക്കും, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറയേ ചെയ്യരുത്, എങ്കിൽ അവിടെ കേസ് തീരുകയാണ്, നേരെ ജയിലിലോട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും കേസ് കോടതിയിൽ ചെന്നിട്ട് അറിഞ്ഞുകൂടാണ്ട് ചിലപ്പോൾ തലകുലിക്കിയാൽ പോലും കേസ് അവിടെ ഉടനെ സ്റ്റോപ്പ് ആവും. കാരണം പ്രതി സമ്മതിക്കുകയാണ്. പിന്നെന്താണ്? അടുത്തത് ഉടനെ വിധി വരും. എന്താണ്? 3 വർഷം. ഏത് കോടതി എന്നുള്ളതാണ്. ഇപ്പം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ 3 വർഷം, 1 വർഷം തൊട്ട് 3 വർഷം വരെയാണ്. അതിന് മുകളിൽ CJM കോടതിയുണ്ട് 7 കൊല്ലം. അതിനടുത്ത് സെഷൻസ് കോർട്ടുകളും അത് 10, 12, 15, പിന്നെ അങ്ങോട്ട് എത്ര വേണോ ആജീവനാന്തം വരെയുള്ള ശിക്ഷയാണ്. അപ്പോൾ ഏത് കോടതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷത്തെ വിധിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മലീഷ്യസ് പ്രോസിക്യൂഷൻ, അനാവശ്യമായിട്ട് ഒരു വ്യക്തിയെ കേസിൽ പ്രതി ചേർത്ത് കോടതിയിൽ കൊണ്ടുവന്ന് ട്രയൽ ചെയ്യിച്ച് അവസാനം കോടതിക്ക് ബോധ്യം വരികയാണ് ഈ പ്രതി കുറ്റം ചെയ്തിട്ടില്ല. ഈ പ്രതി കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രതിയെ പ്രതി എന്ന് തന്നെ വിളിക്കും. അക്യൂസ്ഡ് എന്നേ പറയുള്ളൂ. അതായത് കുറ്റ ആരോപിതൻ എന്നാണ്. പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്ത ആളാണ്. പക്ഷെ എന്നാലും കോടതിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പ്രതി എന്നേ പറയൂ. അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ആരോപിതനാണ്, കുറ്റാരോപിതൻ. പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ പ്രതി. അപ്പോൾ അനാവശ്യമായിട്ട് ഇയാളുടെ 8, 10, 15 വർഷം ഇങ്ങനെ കേസ് പറഞ്ഞ് കോടതിയിൽ നശിപ്പിച്ചതിന് ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തിക്ക് കോടതിയിൽ നിന്ന് ഡിസ്ചാർജ് ഓർഡർ കിട്ടും. അതായത് ഇയാളെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട്, അക്വിറ്റ് ചെയ്തുകൊണ്ട്, എന്താണ്, വെറുതെ വിട്ടു എന്നുള്ള ഒരു ഓർഡർ കിട്ടും. അത് കോടതി വിധി പറഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ വക്കീലിൻ്റെ പറഞ്ഞത് കോടതിയിൽ നിന്ന് പൈസ കൊടുത്ത് കളക്ട് ചെയ്യണം, ഫീസ് അടയ്ക്കണം. ഒരു 136 രൂപ എന്തോ അടയ്ക്കേണ്ടി വരും. ആ പേപ്പർ കയ്യിൽ കിട്ടിയാൽ അത് ഒറിജിനലാണ്, അത് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചിരിക്കും, അത് കളക്ട് ചെയ്യണം. 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ മലീഷ്യസ് പ്രോസിക്യൂഷന് ഡാമേജ് ഫയൽ ചെയ്താലുണ്ടല്ലോ, ഈ പോലീസുകാർ തലയിൽ കൈവച്ചിട്ട് ഓടിക്കളെ. നിങ്ങൾ നിയമം പഠിക്കുക, എല്ലാവരും നിയമം പഠിക്കണം. ഇപ്പം നമ്മൾ മറ്റെന്ത് പഠനം ഉണ്ടെങ്കിലും നിയമം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. നമ്മൾ ഏതൊരു രാജ്യത്ത് ജീവിച്ചാലും ആ രാജ്യത്ത് നിയമം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ കാര്യമാണ്. അപ്പോൾ അനാവശ്യമായിട്ട് നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുക മലീഷ്യസ് പ്രോസിക്യൂഷൻ. എന്താണ്? അനാവശ്യമായിട്ട് എന്നെ പ്രതിയാക്കി കുറ്റം ചാർത്തി എൻ്റെ 10, 15 വർഷം പോയി. അതായത് ഞാൻ ഈ 15 വർഷം ദുബായിലായിരുന്നെങ്കിൽ ആയിരുന്നിരിക്കാൻ, ചിലപ്പോൾ ഒരു വർഷം 1.25 ലക്ഷം രൂപ ശമ്പളത്തിന് അവിടെ ഇരുന്ന വ്യക്തിയായിരിക്കാം. പാസ്പോർട്ട് എവിഡൻസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 15 കൊല്ലം എന്നെ ഈ കേസിൽ ലോക്കിട്ട് എന്നെ വെളിയിൽ പോവാണ്ടാക്കി ഒരു വർഷം എത്ര 15 ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞ 10, 1.5 കോടി, 2 കോടി, 3 കോടിക്കൊക്കെ ഡാമേജ് ഫയൽ ചെയ്താലുണ്ടല്ലോ, അപ്പോൾ കോടതി എന്ത് ചെയ്യുന്നറിയാമോ? ഈ ക്രിമിനൽ കേസിന് എപ്പോഴും കംപ്ലൈൻറ്റൻ്റ് എന്ന് പറയുന്നത് സർക്കാരാണ്. വൈക്കോറിയസ് ലയബിലിറ്റി. പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തെറ്റുകൾക്ക് സർക്കാരാണ് ഉത്തരവാദി. അപ്പോൾ സർക്കാർ തരേണ്ടി വരും. അപ്പോൾ പ്രതി പറയണം, എനിക്ക് സർക്കാർ തരണ്ട, സർക്കാർ തരുന്നത് എൻ്റെ തന്നെ നികുതി പണമാണ്, അതുകൊണ്ട് എനിക്ക് സർക്കാർ തരണ്ട, ഇത് തരണം, പോലീസ് ഉദ്യോഗസ്ഥർ തരണം, അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കണം, അവരുടെ പെൻഷൻ തടയണം. ഇത്രയും കൂടെ കേൾക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട പോലീസുകാർ തല ഇറങ്ങി താഴെ വീഴും.